ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ടുപിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെക്കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല, കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയെന്നോ എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം അനാമിക വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുവാണ്. ഇപ്പം എല്ലാ സെലിബ്രിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് തന്നെയാണ് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ആസ്ട്രോളജിയെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കും എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് മാത്രമല്ല, ഈ ജ്യോതിഷം ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട് ഇപ്പോഴും. അതായത് അവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. എന്തായാലും അനാമികയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം സംസാരിക്കാം. ആള് നമ്മളെ ബാക്കിൽ കാണും, അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മളെ ഉണ്ണിമോള് മുട്ടിലെഴയുന്നത്. നല്ല രീതിക്ക് അവള് മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എന്താണെന്നല്ലേ, ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വയ്ക്കുമ്പം ഞങ്ങള് ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ പേര് ടൈറ്റിൽ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് കൊച്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആൾക്കാർ കയറി വീഡിയോ കാണുമെന്ന് നല്ല രീതിയിൽ ഇവർക്കറിയാം, മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ ആപ്പും കൂടെ പ്രൊമോട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങളെ ഇവർ പറ്റിക്കുവാണ്. ഈ ഒരു ആപ്പിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അത് പെയ്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി അറിയണോ എങ്കിൽ നിങ്ങൾ ഇത്ര പൈസ അടയ്ക്കണം, ഇങ്ങനെയുള്ള പരിപാടി തന്നെയായിരിക്കും. ഇതിപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കുന്നത്? ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാൾ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുവാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ടുപിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ വരുന്നുണ്ട്, പക്ഷെ ആ പൈസ 100 ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പോവാണ്. പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഒരുപാട് മെന്റലി തകർന്നിരുന്ന സമയത്ത്, പിന്നെ എന്തായിരുന്നു ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടങ്ങാണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തങ്ങാണ്ട് ഇത് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ ഒരു മഹത് വ്യക്തി 2 ദിവസത്തിന് മുന്നേ സ്വന്തം യൂട്യൂബ് ചാനലിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഉണ്ണിയെന്നോ എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചെലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പൊ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അവളുടെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ഞങ്ങളുടെ ചെലവ്, ഉണ്ണിമോളുടെ ചെലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നൊരു നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എന്റെ പഠിത്തവും എന്റെ ഉണ്ണിമോളുടെ കാര്യവും എന്റെ ഹസ്ബൻഡിന്റെ കാര്യവും ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു എമൗണ്ട് ഏണിങ്സും എന്നെ കേട്ടല്ലോ. അതായത് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല, എനിക്ക് ആകെപ്പാടെ 10-20 വയസ്സായതേ ഉള്ളൂ, ഞാനും സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട്, 10-15,000 രൂപ പുറത്ത് സാലറി ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ആസ്ട്രോ ടോക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതാണ് ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ള രീതിയിൽ. എന്തിനാണ് ഇങ്ങനെയുള്ള ഊടായ്പകൾ കാണിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ട് എല്ലാവരും വീഡിയോ ചെയ്തതുമാണ്. അതിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇങ്ങനെയുള്ള കുറേ പരിപാടി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ അനിയത്തി എങ്ങാണ്ട് എന്തോ അപമാനിച്ചു എന്നുള്ള രീതിയിൽ കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു.
പക്ഷേ എനിക്ക് അനാമയുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പ്രൊമോഷൻ കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ട് നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ഇവർ അനാവശ്യമായിട്ട് ഇവരും കൊണ്ടുവന്ന് പൈസ കൊടുക്കും. അയ്യോ, എനിക്ക് അനാമികയുടെ ജീവിതം രക്ഷിച്ചത് ഈ ഒരു ആപ്പാണ്, അപ്പോൾ നമുക്കും കൂടെ അതിനകത്ത് കയറിയിട്ട് എന്തോന്ന് വെച്ചാൽ നോക്കാമെന്നൊക്കെയുള്ള രീതി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ആൾക്കാരെ ചതിക്കുഴി കൊണ്ടുവന്ന് ചാടിക്കരുത്. ബാക്കിയോടെ കേൾക്കാം. പൈസ വരുന്നു, പൈസ പോകുന്നു, പൈസ വരുന്നു, പൈസ പോകുന്നു. ഇത് തന്നെയാണ് ഒരു സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും തോറും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ ചുറ്റുമുള്ളവരെല്ലാരും വളർന്നു, പക്ഷെ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഈ പൈസ എല്ലാം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നു. ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിൽ കുറേ ആൾക്കാർ പൈസ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ആ പൈസ ഇവരെടുത്ത് പുട്ടടിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടന്നത് ഇടയ്ക്ക് വെച്ചിട്ട്. എന്നാൽ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ടായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് പൈസ എടുക്കേണ്ട ആവശ്യമില്ല, 1 രൂപ ഞങ്ങൾ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുമ്പം വീണ്ടും വീണ്ടും ഓരോ കോൺട്രവേഴ്സി ഉണ്ടാവത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ ചിന്തിക്കുക. ഇതിപ്പോൾ അനാമിക മാത്രമല്ല, ഇതിപ്പോൾ ഒട്ടുമിക്കപ്പെട്ട എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും മെയിൻ പരിപാടിയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നിക് വ്ളോഗ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ ആരൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ആസ്ട്രോ ടോക്ക് എടുത്താൽ മതി, അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് വല്ല സുഖമുണ്ടോ? അതേപോലെ തന്നെ സെലിബ്രിറ്റീസും ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് വേണം അതിനൊക്കെ സത്യം പറഞ്ഞാൽ കാശ് ഒപ്പിക്കാനായിട്ട്. കയ്യെ പൈസ നിൽക്കാതെ പൈസ പൊക്കോണ്ടിരുന്ന് ഇങ്ങനെ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഞങ്ങൾ ലൈഫിൽ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആരോട് ചോദിച്ചാൽ ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞങ്ങൾ നൈബേഴ്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനോട് തിരക്കി, എന്നിട്ട് എന്നും ഒരു കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആഡ്സ് കണ്ടത്. അപ്പോൾ ഒരു ആപ്പിന്റെ ഒരു ആഡ്സ്. അപ്പം നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആപ്സിന്റെ ആഡ്സ് ഇങ്ങനെ കാണുമല്ലോ. അപ്പം ഏകദേശം 10 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. എന്ത് കാര്യമായിട്ടാണ് ഈ ഒരു പെൺകുട്ടി ആൾക്കാരെ കൺവിൻസ് ചെയ്യണത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞ്? ഒന്ന് ആലോചിക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പ്രൊമോഷന് വേണ്ടി ഇത്രയും ലോങ് ആയിട്ട്, അതായത് ഒരു ആപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ. സാധാരണ ഓരോരുത്തർ 10-20 സെക്കൻഡിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. പക്ഷെ ഇത് ത്രൂ ഔട്ട് ചെയ്തിരിക്കുവാണ്. കഷ്ടം തന്നെ. എന്തായാലും എന്തിനാ ഈ സ്വന്തമായിട്ടുള്ള വില കൊണ്ടുവന്ന് കളയുന്നത്? ഇനി ഇവരുടെ വാക്ക് വിശ്വസിച്ച് ആരെങ്കിലും കൊണ്ടുപോയി പൈസ കളഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബാക്കിയുള്ള ആർട്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഒരു ആർട്സ്. അപ്പൊ ആർട്സ് എന്താണ്? ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100-ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോ ടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എന്റെ പ്രശ്നങ്ങള് പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങൾ എന്താ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, എന്താ നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങോട്ട് ഞാൻ മാനസികമായിട്ട് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചരിത്രവും അങ്ങ് പറഞ്ഞു കൊടുത്ത് ആസ്ട്രോ ടോക്ക്. അതിന് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ലോകത്ത് കടബാധ്യതയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ സാധനം എടുത്താൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. ഇതാണല്ലോ ജീവിതം തീരുമാനിക്കുന്നത്. എന്തോരം ഉടായിപ്പട ഇത്. ഏത് രീതിയിലും ആൾക്കാരെ മാക്സിമം മൂഞ്ചിപ്പിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോ ശരിക്കും പറഞ്ഞാൽ? അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഉടായിപ്പോയിട്ട് ഇറങ്ങുന്നത്? ഇതേ കണക്കാണ് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സും. കുറേ ക്രീമും എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്ത്, അതായത് അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അവർ പറയത്തില്ല. അത് വാങ്ങിക്കാൻ വേണ്ടി എന്തെല്ലാം തരികിട കാണിക്കാവോ, ഏതൊക്കെ രീതിയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാവോ, ഏതൊക്കെ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാവോ, ഇങ്ങനെയൊക്കെ ഉടായിപ്പുകൾ കാണിച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിപ്പം കണ്ടില്ല, എത്രയോ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് സ്വന്തം ജീവിതം മാറിയത് ഇത് കാരണമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അത്രയും ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. കുറേ ആൾക്കാർ ചെന്ന് ഇങ്ങനെയൊക്കെയുള്ള കുഴിയിൽ ചെന്ന് പെടും. എന്തെങ്കിലും പണി കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ എന്റെ പ്രോബ്ലംസ് ആസ്ട്രോ ടോക്ക് പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. പക്ഷെ അതിൽ നിന്നും എന്നെ ഞെട്ടിച്ചത് എന്താണെന്നറിയോ?
ഹസ്ബൻഡും ഞാനും തമ്മിൽ ഈ ഫിനാൻഷ്യൽ ടൈറ്റിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇതായിരുന്നു ഭയങ്കര വലിയ ഭാരമായിട്ട് തന്നെ. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നത് ഒരേ പ്രോബ്ലമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ഇത് ആസ്ത്രത്തോക്ക് എന്നോട് പറഞ്ഞപ്പോൾ ആസ്ത്രത്തോക്കിനോടുള്ള ഒരു വിശ്വാസം എനിക്ക് കുറച്ചുകൂടെ ഉറച്ചു. എനിക്ക് അതിനോടൊരു ഒരു വേറെ ആരിന്നും കിട്ടാത്ത ഒരു ഒരു ആൻസറും ഒരു കറക്റ്റ് ഒരു ആൻസർ എനിക്ക് ആസ്ത്രത്തോക്കിൽ നിന്ന് കിട്ടി. ഒരു കറക്റ്റ് സൊല്യൂഷൻ. പിന്നെ ആസ്ത്രത്തോക്ക് എനിക്ക് കുറെ സിമ്പിൾ റെമഡീസ് പറഞ്ഞു തന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ എയറിലായിരുന്നു, അതിനെപ്പറ്റി ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, വലിയ രീതിയിൽ വാർത്തയാവുമെന്നൊന്നും. എന്തോന്നടേ ഇത്, ഒരു 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 മര്യാദയൊക്കെ വേണ്ടേ? എന്നാലും ഇതിനി എക്സ്പ്ലനേഷൻ വല്ലതും ഉണ്ടോ? സാധാരണ എന്തുണ്ടെങ്കിലും ചാടി കയറി എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് അനിയത്തിയെ പറ്റിയിട്ട് അനിയത്തി കളിയാക്കി എന്നൊക്കെ പറ്റിയിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരത്തി ഭയങ്കര രീതിയിൽ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പല പല പ്രശ്നങ്ങൾക്കും ചാടി കയറി റിയാക്ട് ചെയ്യുന്നത്. ഇതിനി എന്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത്, അത്യാവശ്യം ഇപ്പം കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പകളൊന്നും കഴിവതും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാശുകൾ മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാക്സിമം അവോയ്ഡ് ചെയ്യുക. എത്രയോ നല്ല നല്ല പ്രൊമോഷൻസ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അല്ലാതെ ഇത് തന്നെ കിട്ടിയിട്ട് ഇപ്പോൾ എന്താ? ഇതിനകത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ജീവിതം വഴിമാറി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആയത്. എന്തുകൂടെ ഇത്? ഇപ്പം പിന്നെ നാളെ തൊട്ട് ജോലിക്കൊന്നും പോകണ്ടല്ല, ഇത് നോക്കിയെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ എല്ലാവരും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.